നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഫൈബർ വള്ളം പിക്കപ്പ് വാന് മുകളിൽ വച്ചുകെട്ടി അപകടകരമായ യാത്ര, വാഹനവും വള്ളവും പിടികൂടി. ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും പെരുംകുളം മിനി പാർക്കിന്റെയും ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായി. PS നമ്പൂതിരിയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു. ഉയിര് ചാരിറ്റി സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ ചലഞ്ചിന്റെ നറുക്കെടുപ്പ് ചാലക്കുടി നഗരസഭാ കൌൺസിലർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. വരന്തരപ്പള്ളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വരന്തരപ്പള്ളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വരാക്കര സ്വദേശി ബിജുവിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 10:30 വരന്തരപ്പള്ളി റിംഗ് റോഡിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ വേലുപാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളി ഭാഗത്തുനിന്ന് വന്ന കാറും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫൈബർ വള്ളം പിക്കപ്പ് വാന് മുകളിൽ വച്ചുകെട്ടി അപകടകരമായ യാത്ര. തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്കായിരുന്നു ഫൈബർ വള്ളവുമായുള്ള യാത്ര. തൃശൂരിൽ വെച്ച് RTO എൻഫോഴ്സ്മെന്റ് വാഹനവും വള്ളവും പിടികൂടി. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് 27,500 രൂപ പിഴയിട്ടു. പിക്കപ്പ് വാഹനത്തിന് ഫിറ്റ്നസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ലാതെയാണ് ഈ ബോട്ട് തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്ക് കൊണ്ടുപോയിരുന്നത്. തിരുനെൽവേലി സ്വദേശിയുടേതാണ് വാഹനം. ബേപ്പൂർ സ്വദേശി CP മുഹമ്മദ് നിസാമിന്റേതാണ് ബോട്ട്. ചെറിയ വാഹനത്തിൽ മുന്നിലേക്കും പുറകിലേക്കും വശങ്ങളിലേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ് ബോട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല വാഹനം വളവുകൾ തിരിയുമ്പോൾ മറിയാനുള്ള സാധ്യതയുമുണ്ടായിരുന്നു. അപകടകരമായ യാത്ര ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവാണ് വാഹനം പിടിച്ചെടുത്തത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലോഡ് കയറ്റിയതിന് 20,000 രൂപയും ഫിറ്റ്നസിന് 3,000 രൂപയും ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2,000 രൂപയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2,000 രൂപയും ചേർത്ത് ആകെ 27,500 രൂപ പിഴ ചുമത്തി. ബോട്ട് വലിയ ലോറിയിൽ മാറ്റി കയറ്റി കൊണ്ടുപോകുവാനും നിർദ്ദേശം നൽകി. കൊരട്ടി പഞ്ചായത്ത് ചിറങ്ങര മൾട്ടിപർപ്പസ് ഓപ്പൺ ജിംനേഷ്യവും പൊങ്ങം പെരുകുളം മിനി പാർക്കിന്റെയും ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനി, കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രി എന്നിവരുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ട് ഉപയോഗിച്ചാണ് ഉപയോഗശൂന്യമായ നാശോന്മുഖമായ പെരുങ്കുളം പുനർജീവിപ്പിച്ച് പാർക്കും ചിറങ്ങര ഓപ്പൺ ജിംനേഷ്യവും നിർമ്മിച്ചത്. ഒരേ സമയം 20 പേർക്ക് പരിശീലനം നടത്താൻ കഴിയുന്ന ഓപ്പൺ ജിം ഉപകരണങ്ങളാണ് ചിറങ്ങര റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ പഞ്ചായത്തിലെ 19 വാർഡിലും ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പത്മശ്രീ IM വിജയനെ കൊരട്ടി പഞ്ചായത്ത് ആദരിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, കുമാരി ബാലൻ, പൊങ്ങം നൈപുണ്യ കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ പോൾ കൈബത്തോട്ടുങ്കൽ, കറുകുറ്റി അപ്പോളോ ആശുപത്രി CEO ഡോക്ടർ ഏബൽ ജോർജ്, നിറ്റ ജലാറ്റിൻ മാനേജർ സൂരജ് TO, പഞ്ചായത്ത് സെക്രട്ടറി KA ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പിള്ളി, ഗ്രേസി സക്കറിയ, PS സുമേഷ്, ജിസി പോൾ, റെയ്മോൾ ജോസ്, ലിജോ ജോസ്, BG സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും സംയുക്തമായി ഫണ്ട് വിനിയോഗിച്ച് ആരംഭിക്കുന്ന മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് അധ്യക്ഷനായി. ബീന സുരേന്ദ്രൻ, കാർത്തിക ജയൻ, കെ.സി. പ്രദീപ്, എം.കെ. ശൈലജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. മൊബൈൽ ക്രിമിറ്റോറിയത്തിന് 7 ലക്ഷവും വാഹനത്തിന് 10 ലക്ഷവുമാണ് വകയിരുത്തിയിട്ടുള്ളത്. 5000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ബന്ധപ്പെടേണ്ട നമ്പർ 9995577575. മൊബൈൽ ക്രിമിറ്റോറിയം സംവിധാനമുള്ള ജില്ലയിലെ 2ാമത്തെ ഗ്രാമപഞ്ചായത്താണ് പറപ്പൂക്കര. സ്വാതന്ത്ര്യ സമര സേനാനിയും കൊടകര നിയോജക മണ്ഡലം രൂപീകരിച്ചപ്പോൾ ആദ്യ എംഎൽഎയും ആമ്പല്ലൂരിന്റെ പ്രിയപ്പെട്ട നേതാവും 2 തവണ എംഎൽഎയുമായിരുന്ന PS നമ്പൂതിരിയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 78 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച PS നമ്പൂതിരി സ്മാരക APHSS ഓഡിറ്റോറിയം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK ശേഖരൻ, പ്രീജു PS, ദിനിൽ പാലപ്പറമ്പിൽ, വട്ടനാത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സിനി കുര്യാക്കോസ് സ്വാഗതവും MB സജീഷ് നന്ദിയും പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ജോഷ്മിക്കും ക്യാൻസർ ചികിത്സയിലുള്ള ജസ്റ്റിലിനും ചികിത്സാ സഹായം സമാഹരിക്കുന്നതിനായി പടിഞ്ഞാറെ ചാലക്കുടി ഉയിര് ചാരിറ്റി സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ ചലഞ്ചിന്റെ നറുക്കെടുപ്പ് ചാലക്കുടി നഗരസഭാ കൌൺസിലർ ജോർജ് തോമസ് ഉള്ളാട്ടിക്കുളം ഉദ്ഘാടനം ചെയ്തു. ഉയിര് ചാരിറ്റി പ്രസിഡന്റ് സാബു ചെറുപുഷ്പം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ജിതി രാജൻ, മുൻ കൌൺസിലർ TJ പോൾ, സെക്രട്ടറി ജെറിൻ വർഗീസ്, ട്രഷറർ KT ബൈജു, വൈസ് പ്രസിഡന്റ് ഷാജു ജോസ്, ജോയിന്റ് സെക്രട്ടറി തോമസ് മാളക്കാരൻ, VK ജോസ്, ഫത്തേഹ് മുഹമ്മദ്, ജോസ് വിൽസൺ, സ്റ്റീഫൻ KC, ലോയ് പാപ്പച്ചൻ, പ്രഫുല്ലകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 65 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരന്തരപ്പള്ളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഫൈബർ വള്ളം പിക്കപ്പ് വാന് മുകളിൽ വച്ചുകെട്ടി അപകടകരമായ യാത്ര, വാഹനവും വള്ളവും പിടികൂടി. ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും പെരുംകുളം മിനി പാർക്കിന്റെയും ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായി. PS നമ്പൂതിരിയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു. ഉയിര് ചാരിറ്റി സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ ചലഞ്ചിന്റെ നറുക്കെടുപ്പ് ചാലക്കുടി നഗരസഭാ കൌൺസിലർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും M4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.